നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന് ആരോപിച്ചുകൊണ്ട് 65ഓളം വരുന്ന ദളിത് ആദിവാസി സംഘടനകൾ കോളേജിന് മുന്നിൽ പ്രകടനവും മാർച്ചും സംഘടിപ്പിച്ചു. അംബേദ്കറൈറ്റ്സ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് RNP നേതാവ് KK രമ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് മൂക്കിന് താഴെ നടന്ന ഈ കൊലപാതകം നമ്പർ 1 കേരളത്തിന് തന്നെ അപമാനമാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KK രമ പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ VDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നതിന് പകരം ലോൺ ആപ്പിന്റെ പേരിൽ കേസ് അട്ടിമറിച്ച് നാടകം കളിക്കുന്ന പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ 70ഓളം ദളിത് സംഘടനകൾ കോളേജിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 200-ലധികം വരുന്ന പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. RNP നേതാവും MLA-യുമായ KK രമ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തന്റെ കുഞ്ഞിനെ വിഷു ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അച്ഛനമ്മമാരുടെ അടുത്തേക്ക് ഒരു ഡെഡ് ബോഡി എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം മാറിയിരിക്കുകയാണ്. ഡോക്ടർ റാം രണ്ട് പ്രധാനപ്പെട്ട ആളുകളാണല്ലോ. അവര് എത്ര വർഷമായി വിദ്യാർത്ഥികൾ പരാതിപ്പെടുന്നു. വിദ്യാർത്ഥികൾ വന്ന് മീഡിയാസിന് മുന്നിൽ പറയുന്നു, ഞങ്ങൾ ഇത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. മാനേജ്മെന്റ് ഇത് അറിയുന്നില്ലേ? ഇവിടുത്തെ അധ്യാപകർ അറിയുന്നില്ലേ? ഇതിനകത്ത് പ്രിൻസിപ്പൽ ഉൾപ്പെടെ ഉത്തരവാദിയാണ്. പ്രിൻസിപ്പലിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് വെറുതെ വിടാൻ പറ്റില്ല. എന്നിട്ട് പ്രിൻസിപ്പൽ പറയുന്നു, ഞങ്ങൾ ഒരു ലോണിന്റെ കാര്യമാണ്, ഒരു 2 അധ്യാപകർ മാത്രമാണ്. 2 അധ്യാപകർ. ഈ അധ്യാപകൻ കാലങ്ങളായി വിദ്യാർത്ഥികളെ ഈ രൂപത്തിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ജാതി വെച്ചുകൊണ്ട്, അവരുടെ കളർ വെച്ചുകൊണ്ട്, അവരുടെ വർണ്ണം വെച്ചുകൊണ്ട് അവരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ വളരെ മോശമായ രൂപത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് നടപടിയെടുത്തു ഈ പ്രിൻസിപ്പൽ? എന്താണ് പ്രിൻസിപ്പൽ കയ്യും കെട്ടി നോക്കി നിന്നത്? എങ്ങനെ ഈ അധ്യാപകൻ ഇത്രയും കാലം ഇവിടെ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി? അതല്ലേ പരിശോധിക്കപ്പെടേണ്ടത്? പരിശോധിക്കപ്പെട്ടോ? എന്നിട്ട് അത് ഏറ്റവും ഒരു ചെറിയ ഒരവസ്ഥയിലേക്ക് ചുരുക്കി കാണിക്കാൻ ശ്രമിക്കുന്ന അങ്ങേറ്റം ഹീനമായ പരിശ്രമങ്ങളെ ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കൽ ഒരു സംശയവും വേണ്ട. ഇത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ആ തരത്തിൽ ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇതിന് കൃത്യമായ അന്വേഷണം ഉണ്ടാകണം, കൃത്യമായ നടപടി ഉണ്ടാകണം. ഇനി മറ്റൊരു നിതിൻ രാജ് ഉണ്ടാവില്ല, ആവർത്തിക്കപ്പെടില്ല എന്ന് നമുക്ക് ഉറപ്പ് ലഭിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഇത്ര പുരോഗമനവാദികളായി പുരോഗമന കേരളമെന്ന്, നമ്പർ 1 കേരളമെന്ന് അവകാശപ്പെടുന്ന ഒരു നാട്ടിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തപ്പെട്ടു? ഇതുപോലുള്ള സംസ്കാരങ്ങൾ, ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായിട്ട് ഈ കണ്ണൂർ പോലുള്ള ഒരു പ്രദേശത്ത് നോക്കൂ, വേറെ എവിടെയുമില്ല, കണ്ണൂരാണ് ഇത് നടന്നത്. കണ്ണൂർ എന്ന് പറയുന്നത് പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലമല്ലേ? ഇവിടെ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ട് എന്റെ ഇവിടുത്തെ അധികാരിയുടെ ശ്രദ്ധയിൽ ഇവിടെ ഇതുവരെ ഇല്ലാതെ പോയി? ഇവിടുത്തെ MLA ഉൾപ്പെടെയുള്ള ആളുകൾ, ഇവിടുത്തെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയുള്ള ഈ സ്ഥാപനത്തിൽ ഇതുപോലെ വിദ്യാർത്ഥികൾ മാനസികമായി പീഡനങ്ങൾ അനുഭവിക്കുന്നു. അവരെ പല വിധത്തിൽ വിവേചനങ്ങൾ നേരിടുന്നു, അവരെ പല വിധത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്ന കാര്യം വളരെ കൃത്യമായി അറിഞ്ഞിട്ടും എന്തു നടപടിയാണ് ഉണ്ടായത് എന്ന ചോദ്യമാണ് ഈ പൊതുസമൂഹം ചോദിക്കുന്നത്. അതിനാണ് ഉത്തരമുണ്ടാകേണ്ടത്. കേരള ദളിത് പാന്തേഴ്സ് നേതാവ് K അബ്ബുജാക്ഷൻ, സഖാവ് പിണറായിയുടെ മണ്ഡലം, ഈ മണ്ഡലത്തിൽ ഇന്നൊരു കൊച്ചരിഞ്ഞന് ചോര വീഴുന്നിടം വരെ 10 കൊല്ലം നിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം എവിടെയായിരുന്നോ? നിന്റെ പോളിറ്റ് ബ്യൂറോ, നിന്റെ മുഖ്യമന്ത്രിക്ക് 10 കൊല്ലം എന്തുകൊണ്ട് രോഹിത്തമുല ആക്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല? അതുകൊണ്ട് ഇത് നിങ്ങളുടെ പരാജയമാണ്, ഇത് നിങ്ങളുടെ വഞ്ചനയാണ്, LDF-ന്റെ പിണറായിയുടെ വഞ്ചനയാണ്. അല്പമെങ്കിലും ധാർമ്മികത ഉണ്ടായിരുന്നുവെങ്കിൽ, അല്പമെങ്കിലും രാഷ്ട്രീയമായ സദാചാരം, പൊളിറ്റിക്കൽ മൊറാലിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മണ്ഡലത്തിൽ ഒരു കൊച്ചരിഞ്ഞന്റെ ചോര വീണു, അവനെ കൊന്ന്, അവനെ അപമാനിച്ച് 5 മാസക്കാലം നിരന്തരമായി ജാതിയുടെ പേരിൽ വേട്ടയാടി ടോർച്ചർ ചെയ്ത് അവസാനം ആ കുഞ്ഞിനെ കൊന്നപ്പോൾ എത്ര കിലോമീറ്റർ ദൂരമുണ്ട് ഈ മണ്ഡലത്തിലെ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് എഴുന്നള്ളാൻ നമ്മുടെ തമ്മിലാരും? എന്താണ് പിണറായിക്ക് ഇങ്ങോട്ട് വരാൻ കഴിയാതിരുന്നത്? കേരള മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ധീരമായ ഒരു നിലപാടിലേക്കായി പ്രഖ്യാപിക്കാൻ കഴിയാതിരുന്നത് ലജ്ജാകരമാണ്. ADF നേതാവ് N ഗീതാനന്ദൻ, ഈ വിഷയത്തിന് ഒരു പരിഹാരം കാണാൻ ഒരു ആക്ഷൻ കൗൺസിൽ രൂപം കൊണ്ടുപോയി ഞാൻ അറിയിക്കുക. ഈ വരുന്ന 28-ാം തീയതി സംസ്ഥാന തലത്തിൽ ഒരു ഹർത്താൽ റിപ്പോർട്ട് ചെയ്തത് ഇത് കേരളത്തിന്റെ വികാരമാണ്. ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇത് അവസാനിക്കുന്നതല്ല, അവസാനിച്ചുകൂടാ എന്ന സൂചനയാണ് ഈ സമരത്തിന്റെ 1-ാം ഘട്ടത്തിന്റെ പര്യവസാനം എന്ന് പറയാവുന്ന ഈ ഘട്ടത്തിൽ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നു. എനിക്ക് പറയുവാനുള്ളത് റാമിനെയോ സംഗീതയോ മാത്രമല്ല
പ്രതിപട്ടികയിൽ ചേർക്കുവാനുള്ളത്. മാനേജ്മെന്റിനെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കണം. ഒന്നാം പ്രതിയാക്കി കേസെടുത്തെങ്കിൽ മാത്രമേ ഇത് സത്യസന്ധമായ ഒരു അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് ഈ കേസ് എത്തുകയുള്ളൂ. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ കൂടിക്കൊണ്ട് വളരെ പരിതപിച്ചുകൊണ്ട് പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ട് പിന്താങ്ങിയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന് അവസാനം ഉണ്ടാകണം. ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അധിക്ഷേപം ഉണ്ടായി കഴിഞ്ഞാൽ അവരെയൊക്കെ കാലേ വാരി നിലത്തടിക്കാനുള്ള തന്റെ നമ്മുടെ മക്കൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ മാതാപിതാക്കൾ ചെയ്യേണ്ടത് നല്ല അംബേദ്കേഴ്സ് ആക്കുക. അവരെ ഏത് പ്രതിസന്ധിയെയും സധൈര്യം മുന്നോട്ടേക്ക് മറികടന്നു കൊണ്ടുപോകാനുള്ള ധൈര്യം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഈ ഒരു പ്രശ്നങ്ങൾ ഒരു കാലത്തും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ആ ധൈര്യം നമ്മളാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ആക്ഷേപിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിച്ചു നേടിയെടുക്കുക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ പരാജയം എന്ന് പറയുന്നത്. നമ്മുടെ മക്കളുടെ മാനസിക ആരോഗ്യം നമ്മളാണ് കാത്തു സൂക്ഷിക്കേണ്ടത്. നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ അന്വേഷിക്കണം. നമ്മുടെ കുട്ടിയുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ്? അത് ചെയ്യാത്തിടത്തോളം കാലം നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. അതിനൊരു അവസാനം ഉണ്ടാവുകയാണ് വേണ്ടത്. ലോൺ വരാൻ കാരണം എന്ത്? വ്യക്തമായ ഒരു സമ്മതി പറഞ്ഞത് സർക്കാരിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ് ഈ ലോൺ ആപ്പ് എടുക്കാൻ. അത് ഓൺലി 14,000 14,000 വന്നിട്ട് ലോൺ എടുത്തത്. ഇതിലേക്ക് ഒരിക്കലും ഒരു കുട്ടി മരിക്കില്ല. ഇങ്ങനത്തെ ഈ കോളേജിന് നമ്മൾ ശക്തമായി പ്രിൻസിപ്പൽ ഇത് മാനേജ്മെന്റ് ഗൾഫിലാണ് ഇവരുള്ളത്. അതിന് ശക്തമായി എതിർത്ത് നമ്മൾ ഈ കോളേജിനെ പുറത്താണ്. ഇവിടുത്തെ ഒരു കുട്ടികൾ ഇനി വരാൻ പാടില്ല. നമ്മൾ ഈ SST കുട്ടികൾ ഈ കോളേജിലേക്ക് ഒരിക്കലും വരാൻ പാടില്ല. അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കണം. ആത്യന്തികമായി പറയാനുള്ളത്, ഈ MK റാമിനെ അറസ്റ്റ് ചെയ്ത് കേസെടുക്കുക എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഈ കൊലപാതകത്തിലെ പങ്ക് കൃത്യമായും കേരള ജനത അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു അധ്യാപിക കൂടെയുണ്ട്. ഇവിടുത്തവരായതുകൊണ്ട് മറ്റു വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പാടില്ല എന്ന നിലയിലേക്ക് വരുന്നു. സാധാരണഗതിയിൽ വിദ്യാർത്ഥികൾ തന്നെയാണ് ജൂനിയർ വിദ്യാർത്ഥികളെ ചെറിയ തരത്തിൽ കളിയാക്കാറുണ്ട്. പക്ഷെ ഇത് അധ്യാപകർ തന്നെ നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. നിതിൻ എന്ന് പറയുന്ന നമ്മുടെ പൊന്നോമന അല്ലെങ്കിൽ നമ്മുടെ സഹോദരൻ നമ്മുടെ മുമ്പിൽ ഒരു വലിയ പ്രതീക്ഷയായിട്ട് നിൽക്കുന്നു. എനിക്ക് നിതിനൊരു പ്രതീക്ഷയാണ്. കാരണം ഈ ചുവപ്പ് പൂക്കൾ മാത്രം വിരിയുന്ന ഈ വീട്ടിൽ നീലപുഷ്പങ്ങൾ ഉണ്ടാകുന്നു എന്നതിന്റെ തെളിവായിട്ട് ഞാൻ വീഡിയോ മാധ്യമങ്ങളിൽ കാണുന്നു. കുട്ടികൾ സധൈര്യം എന്ന് പറയുന്നു തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങളെ കുറിച്ച്. ഇവിടെ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ആവശ്യമാണെന്നുള്ളൊരു ബോധമുണ്ട്. ആ ബോധത്തെ നമ്മൾ ഊട്ടിയുറപ്പിക്കണം. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴുള്ള നമ്മുടെ കൂട്ടായ്മ അതിന് ഊന്നൽ നൽകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1989 കാലഘട്ടം മുതൽ ഇവിടെ പ്രവർത്തന രംഗത്ത് പല രീതിയിലും വന്നിട്ട് 1995-96 കാലഘട്ടത്തിൽ ഇവിടെ ദളിത് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഉണ്ടായി. അന്നേ സമയം നിങ്ങൾക്കറിയാൻ പറ്റും, കേരളത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വിജയിച്ച വർഷമാണ് 95-97 കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ദളിത് വിദ്യാർത്ഥി ഫെഡറേഷൻ കേരളത്തിൽ സജീവമായിരുന്നു. അതിനു മുമ്പ് ഒരു 10 കൊല്ലം മുമ്പ് കേരള ഹരിജൻ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഉണ്ടായി. അന്നൊന്നും ഇങ്ങനെ വെക്കിട്ട് കയറാനായിട്ട് നെഞ്ചത്തേക്ക് കയറാനായിട്ട് ഒരുത്തലും വന്നിട്ടില്ല. ഒരു റാമലാണ്ട് അപ്പം വന്നാൽ പോലും അങ്ങനെ തെകിടടിച്ചു മൂളിക്കാൻ കരുത്തുള്ള വിദ്യാർത്ഥി തലമുറകളും അവരുടെ ജ്യേഷ്ഠ സഹോദരങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് നട്ടെല്ലിന് ഉറപ്പുണ്ടായിരുന്നു, അവർക്ക് ചങ്കുറപ്പുണ്ടായിരുന്നു, അവർക്ക് നെഞ്ചുറപ്പുണ്ടായിരുന്നു, അവർക്ക് ചങ്കൂറ്റമുണ്ടായിരുന്നു. ഇതെല്ലാം നഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു സമൂഹമായിട്ട് അധപ്പതിച്ചെങ്കിൽ അതിന് ഉത്തരവാദി നമ്മൾ ഓരോരുത്തരുമാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ കൊടികളെല്ലാം ഒന്നുകിൽ കൂട്ടിക്കെട്ടുകയോ അല്ലെങ്കിൽ കൂട്ടിക്കെട്ടിയ കൊടികൾ മാറ്റിവെച്ചിട്ട് പുതുതായിട്ട് ഒരു കൊടി നമുക്ക് ഇത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ജയ് ഭീം വിളിച്ചുകൊണ്ട് മഹാത്മാ അയ്യങ്കാളി കാണിച്ചു തന്ന പാതയിലൂടെ, വൈകേല അപ്പച്ചൻ കാണിച്ചു തന്ന പാതയിലൂടെ, മഹാരാഷ്ട്രയുള്ള ബാബാ സാഹിബ് അംബേദ്കർ കാണിച്ചു തന്ന മാതൃകയിലൂടെ മുന്നോട്ട് പോകാൻ എന്റെ ചെറുപ്പക്കാർ തയ്യാറാവണം, എന്റെ വിദ്യാർത്ഥികൾ തയ്യാറാവണം, എന്റെ പ്രിയപ്പെട്ട മക്കൾ തയ്യാറാവണം. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ മാത്രമേ നമുക്കൊരു മോചനം ഉണ്ടാവുള്ളൂ. ശ്രീറാം എന്നറിയപ്പെടുന്ന ത്രേതായുഗത്തിലെ ശ്രീരാമൻ എന്ന് ഭക്തിപുരസ്സരം ആരാധിക്കപ്പെടുന്ന ആ മാന്യനായ ദേഹം രാജകുമാരൻ എന്താണ് ഈ വിഭാഗത്തോട് അല്ലെങ്കിൽ അന്നത്തെ ഏറ്റവും അടിച്ചമർത്തപ്പെടുന്ന വിഭാഗത്തോട് കാണിച്ചത് എന്ന് പരിശോധിച്ചാൽ നമുക്കത് കൃത്യമായിട്ട് ഡോക്ടർ MK റാമിന്റെ പെരുമാറ്റവും
അതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിന് ആഴത്തിലുള്ള വേരുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വലിയൊരു ആഗ്രഹത്തോടെയാണ് നമ്മളെ പോലെയുള്ള ആദിവാസി ദളിത് വിദ്യാർത്ഥികൾ ഓരോ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. ബട്ട് അവർ വിദ്യാലയങ്ങൾ ഫേസ് ചെയ്യുന്നത് ഇതുപോലത്തെ വിവേചനങ്ങളും അതുപോലെ തന്നെ അബ്യൂസും ഡിസ്ക്രിമിനേഷനും ഒക്കെയാണ്. അപ്പം എനിക്ക് ഇതേപോലെ ഫേസ് ചെയ്യാൻ വന്നില്ലെങ്കിലും ഈ ഗ്രാൻഡ് ഇഷ്യൂ ആയിട്ട് എനിക്ക് കുറെ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികപരമായിട്ട് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. മാനസികപരമായിട്ട് സ്റ്റുഡൻസ് ഈ സാമ്പത്തികം വരുമ്പോഴും അതുപോലെ തന്നെ സ്കൂളിൽ നിന്നുള്ള മാനസികപരമായിട്ടുള്ള മാറ്റി നിർത്തൽ വരുമ്പോഴും എല്ലാം തരത്തിലും സ്റ്റുഡൻസ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ബട്ട് ഇതാരും നോട്ടീസ് ചെയ്യപ്പെടുന്നില്ല. അത് ഗവൺമെന്റ് നോട്ടീസ് ചെയ്യപ്പെടണം. അതിന് ഞങ്ങൾ സ്റ്റുഡൻസ് മുന്നോട്ട് വന്ന് പ്രവർത്തിക്കണം. AEPWO പ്രതിനിധി അജിത കുമാരി ടീച്ചർ, ശശി താപ്രോൺ, അജിത് കുമാർ, N ബാബു, KPMS നേതാവ് C രാജപ്പൻ, KSCB അഡ്വക്കേറ്റ് TC പ്രസന്ന, T നാരായണൻ വട്ടോളി, മായ ടീച്ചർ, ബിജു അയ്യമ്പിള്ളി, നിരവധി പേർ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു.